സമീപകാലത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കല്ലേറ് വാങ്ങിയിട്ടുള്ള നടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാൽ തന്നെയായിരിക്കും. തുടർച്ചയായിട്ട് വിമർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നതിന് അദ്ദേഹം മാത്രമാണ് കാരണം എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ പേരിനെ തന്നെ വേറെ രീതിയിൽ പറഞ്ഞൊക്കെയുള്ള ഒരുപാട് കമൻസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഇന്നത്തെ മോഹൻലാലിൻ്റെ ഈ സിനിമകളുടെ വിജയമൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചില കണക്കുകൾ കൂടി അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഗ്രോസ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അളക്കാൻ തുടർച്ചയായിട്ടുള്ള 2 പരാജയങ്ങൾ വേണ്ട. ഇതുപോലെ 2 സിനിമകൾ വന്നു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മോഹൻലാൽ ആ ഒരു പരാജയത്തിനുള്ളൂ. മുൻപാരോ പറഞ്ഞ പോലെ ആ പേര് മലയാള സിനിമയുടെ ബ്രാൻഡാണ്. മലയാള സിനിമയെ നിലനിർത്തുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് മോഹൻലാൽ. മമ്മൂട്ടി ആണെങ്കിലും അതെ. മോഹൻലാലിൻ്റെ സിനിമകൾ കളക്ഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നും നമുക്കത് വലിയ സിനിമ ചെറിയ സിനിമ ഓക്കെ, ജയമാണോ പരാജയമാണോ എന്ന് പറഞ്ഞു, നല്ല സിനിമ അതിനൊരു ഭാഷയേ ഉള്ളൂ. ആ സിനിമ സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ തരുന്ന കഥാപാത്രം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ തുടരും സിനിമ ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം അത് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ. എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന എമ്പുരാൻ അത് നമുക്ക് നമ്മുടെ ഫാൻറ്റസി വേൾഡിലുള്ള ഒരു കഥാപാത്രമാണ്. മോഹൻലാൽ അതും ചെയ്യും, ഇവിടെ നമ്മളോടൊപ്പം വന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നതാണ് തുടരും. ആ 2 ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, അവിടെയും ഇവിടെയും നിൽക്കുന്ന എക്സ്ട്രീം ഒരേപോലെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റ് ഭയങ്കര ശ്രദ്ധേയമായിട്ടുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു ദിവസം കിട്ടിയ കളക്ഷൻ റിപ്പോർട്ട് വെച്ചിട്ടാണ്, അതായത് 20 കോടി കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുള്ള 8 ദിവസങ്ങൾ അത് മലയാളത്തിൽ മോഹൻലാലിന് മാത്രമാണ് സ്വന്തമായിട്ടുള്ളതാണ്. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സിനിമ 20 കോടി ടോട്ടൽ ഗ്രോസ് കളക്ഷൻ എത്തിക്കാൻ തന്നെ ഒരു സമയത്ത് മലയാള സിനിമ ഈ സമീപകാലത്താണെങ്കിൽ പോലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ളപ്പോഴാണ് 8 ദിവസം 20 കോടി വെച്ച് ഓരോ ദിവസവും സ്വന്തമാക്കാൻ പറ്റുന്ന കളക്ഷൻ റിപ്പോർട്ട് മോഹൻലാലിനാണ് ഉള്ളത് എന്നുള്ള ഒരു അത്ഭുതപ്പെടുന്ന വാർത്ത. എമ്പുരാൻ ആയിരുന്നു അല്ലേ, തുടർച്ചയായ 5 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം 68 കോടി, പിന്നെ തുടർച്ചയായ 5 ദിവസങ്ങളിൽ എമ്പുരാൻ 20 കോടി. രണ്ടാമത്തെ ദിവസം 34.5 കോടിയാണ്, മൂന്നാമത്തെ ദിവസം 35 കോടി, അതുപോലെ എമ്പുരാന്റെ 4ാമത്തെ ദിവസം 39.1, പിന്നെ നോക്കിയാൽ 5ാമത്തെ ദിവസം 26.2, അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ മരക്കാറാണ് ഇപ്പൊ തുടരും. അതെ, മരക്കാറാണ് ശരിക്കും ആദ്യം 20 കോടി ഒരു ദിവസം നേടിയിട്ടുള്ളത്. അത് 20.4 കോടി. തുടരും 2ാമത്തെ ദിവസം 2-3 ദിവസങ്ങളിലാണ് ഇത്. ഈ കണക്ക് നോക്കി നമുക്ക് വേറൊരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എമ്പുരാൻ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം കിട്ടിയത് 68 കോടി പ്ലസ് ആയിരുന്നു, പിന്നീട് അത് കുറഞ്ഞു വരുന്ന കണ്ടു. അവിടെ സിനിമ വിജയമാണോ പരാജയമാണോ എന്ന് എമ്പുരാൻ്റെ കാര്യത്തിൽ, ഗ്രോസ് കളക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. എമ്പുരാൻ ഇപ്പോൾ നിലവിൽ ഇതുവരെയുള്ള മലയാള സിനിമയിൽ ഏറ്റവും അധികം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ എമ്പുരാനാണ്. 200 കോടിക്ക് മുകളിലുണ്ട്. അപ്പോൾ സിനിമ പരാജയമാണോ പിന്നീട് എങ്ങനെ ഡൗൺ ആവുന്നു എന്നുള്ളത് ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷനിൽ നിന്ന് കുറഞ്ഞാണോ അടുത്ത ദിവസങ്ങളിൽ കളക്ഷൻ വരുന്നത് എന്നുള്ള ഒരു കണക്ക് കൂടി. അത് മരക്കാറിന്റെ കാര്യത്തിൽ ശരിയാണ്. ആ കിട്ടിയ ഹൈപ്പിന് മരക്കാർ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ ആദ്യത്തെ സിനിമ അതായിരുന്നു, ഒരു ദിവസം 200. ഇപ്പൊ തുടരും 20 കോടി. ഇപ്പൊ തുടരും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അത്ര വലിയ ഹൈപ്പും കാര്യമൊന്നും ഇല്ലാണ്ട് വന്നു. ഇപ്പം ഇനിയും കൂടും. 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസം 20 കോടിക്ക് മുകളിൽ. നേരെന്ന് പറയുന്ന സിനിമ ഇതുപോലെ തന്നെയായിരുന്നു. അതൊരു സാധാരണ പടമായിരിക്കും, വലിയ വിജയമാകില്ല എന്നൊക്കെ പലരും പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു സമയത്താണ്. എന്നാൽ അത് കഴിഞ്ഞ് വന്ന വാലിബൻ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. സിനിമ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ കാണുന്ന സിനിമക്കാർക്ക് പോട്ടെ, സിനിമയിലുള്ള ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് സിനിമ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടത്, എന്ത് കൊടുത്താലാണ് എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. അതെ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സിനിമയും മോശമാവണമെന്ന് കരുതിയിട്ട് ആരും എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഒരു പ്രതീക്ഷയാണ് സിനിമ. അപ്പൊ പരാജയപ്പെട്ടതിന് മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. മോഹൻലാലിന്റെ നമ്മൾ ഈ ഗ്രോസ് കളക്ഷന്റെ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു സിനിമയുടെ ജയപരാജയങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. സിനിമയുടെ ക്വാളിറ്റിയാണ് പറയാൻ പറ്റുമോ. അതും ഇപ്പോഴത്തെ കാലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ഷൻ തുടങ്ങുന്നത് നമ്മുടെ ഈ ജനറേഷൻ അത് വൈറലാക്കുന്നതല്ലേ, ട്രെൻഡ് ആവുന്നത് പുലിമുരുകന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ആ ഒരു കളക്ഷൻ്റെ അതായത് അതിനു മുമ്പൊക്കെ നമ്മൾ നോക്കിയിരുന്നത് നടൻ അല്ലെങ്കിൽ ഡയറക്ടർ, എഴുത്തുകാര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എത്രയാണ് റിവ്യൂ വരുന്നത്, എത്രയാണ്, പിന്നെ എത്രയാണ് ഗ്രോത്ത് എങ്ങനെയാണ്, ഗ്രോസ് കളക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് മാറ്റം വന്നിട്ടുള്ളത്. മാറിയത് അങ്ങനെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അന്നത്തെ ടിക്കറ്റ് വാല്യൂ അതിന്റെ വ്യത്യാസമുണ്ട്. അതല്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഇന്ന് സിനിമയുടെ മാർക്കറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ സിനിമ ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ് മാറുന്നുണ്ട്. 400 രൂപക്ക് വരെ എമ്പുരാൻ്റെ സിനിമേൻ്റെ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. പക്ഷേ പുലിമുരുകൻ ഇറങ്ങുന്ന സമയത്ത് 130 രൂപക്ക്. അപ്പോൾ അതല്ലേ കൂടുതൽ ഒരു ബേസിക് 150-നുള്ളിൽ ഒതുങ്ങുന്ന ഒരു ബേസിക് റേറ്റ് ആയിരുന്നു പൊതുവെ സ്ഥലങ്ങളിൽ. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ IMAX അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെയാണ് അവർ അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഗ്രോസ് കളക്ഷൻ്റെ കാര്യത്തിൽ നമുക്കൊരിക്കലും സിനിമയെ വിലയിരുത്താൻ പറ്റില്ല. അതേസമയം മോഹൻലാലിൻ്റെ റെക്കോർഡുകൾ അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മോഹൻലാലിന്റെ സിനിമകൾക്ക് ഒരു ആവറേജ് റിപ്പോർട്ട് വന്നാൽ പോലും അത് ഭയങ്കരമായിട്ട് ആളുകൾ തിങ്ങിക്കയറുന്ന അല്ലെങ്കിൽ ആളുകൾ ഒരു ക്രൗഡ് പുള്ളർ എന്ന് മലയാള സിനിമയിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് മോഹൻലാലിന് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ MG റോഡിലൊക്കെയുള്ള തിരക്കിന്റെ ഒക്കെ വീഡിയോസ് വൈറലാവുന്നുണ്ട്. തുടരും ഹിറ്റായപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സിനിമ കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ ഇരച്ചെത്തുകയാണ്. മറ്റേ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ സ്ലീപ്പർ സെൽസ് ആണ് അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് പറയുന്നത് പോലെ. അല്ല, മലയാളികളുടെ ഒരു സന്തോഷം നോക്കണം. ഇപ്പം ശ്രീഷ പറഞ്ഞ പോലെ ഈ 2 സിനിമകൾ ഇറങ്ങുന്നത് വരെ മോഹൻലാലിനെ അങ്ങേയറ്റം വിമർശിച്ചവരാണ് കേരളത്തിലെ എല്ലാവരും. അതിന് ഇന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അന്ന് സപ്പോർട്ട് ചെയ്തത് മോഹൻലാൽ ഫാൻസ് എന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും. പക്ഷേ മോഹൻലാലിൻ്റെ 2 സിനിമ വിജയിച്ചപ്പോൾ മലയാളികളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. അതിന് പ്രായപരിധിയില്ല. വിമർശിച്ച ആൾക്കാർ അല്ലെ പ്രശംസിച്ച ആൾക്കാർ എന്നുള്ള വേർതിരിവില്ല. മലയാളികൾക്ക് സന്തോഷമാണ്. തുടരും സിനിമ വിജയിച്ചപ്പോൾ ഒരു വിൻറ്റേജ് മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നുള്ളൊരു അവരാഘോഷിക്കുന്ന ആ രീതി ഉണ്ടല്ലോ. വയസ്സായ ആൾക്കാരൊക്കെ പ്രായഭേദം ഇല്ലാണ്ട് എല്ലാവരും. ഇപ്പോൾ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ ഒക്കെ വൈറലായിരുന്നു, വടി കുത്തി പിടിച്ചു വരുന്ന ഒരു അമ്മയുടെ ഫോട്ടോ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മോഹൻലാലിന്റെ മകനാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രായമായിട്ടുള്ള കപ്പിൾസ് വരുന്നത് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നേരെ സിനിമ ഇറങ്ങിയ സമയത്ത് നേരിലെ വില്ലന്റെ അഭിമുഖം നമ്മൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെ തിയേറ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒരു 99-100 വയസ്സിന് അടുത്ത പ്രായമുള്ള ഒരു അമ്മൂമ്മ ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ആളുകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ മോഹൻലാലിന്റെ സിനിമ ഹിറ്റായി, അത് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആളുകളിലുള്ള ഒരു സ്വീകാര്യത എത്രയാണെന്നുള്ളത്. അത് മുൻപ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ തന്നെയാണ്. അദ്ദേഹം ചെയ്തതൊന്നും മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ നമ്പറുകളുടെ കളക്ഷൻ മാത്രമല്ല മോഹൻലാലിന്റെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇതുപോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന സ്നേഹത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാലും അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു കണക്കാണ്. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു കണക്കാണ് മോഹൻലാലിൻ്റെ ഈറ്റ സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഈ കോടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ മാറ്റി നിർത്തി ആരാധകരുടെ സ്നേഹം എടുത്തു കഴിഞ്ഞാലും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീല് കാണാറില്ലേ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ. വളരെ ചെറിയ ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ഉള്ള ഒരു റീലാണെങ്കിൽ പോലും ആ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ എത്രയാണെന്നുള്ളത് അത്ഭുതത്തോടെ നോക്കി നിൽക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ. ആ ഫീലിങ്സ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണെന്നറിയോ? ഇപ്പം മാസമായിട്ടൊരു രംഗത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു. അപ്പം നമുക്കും രോമാഞ്ചം വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. മോഹൻലാൽ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന ഒരു രംഗം അപ്പം നമ്മളെടുത്തും ഇമോഷണലി ഡൗൺ ആയിപ്പോവും. അതിപ്പം ചില നടന്മാരുടെ കഴിവാണ്. പക്ഷെ മോഹൻലാൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഇപ്പം മുത്തശ്ശി വന്നിട്ട് എൻ്റെ മോനാണെന്ന് പറയുന്നത് ആ ഫീല് നമ്മളിൽ ഉണ്ടാക്കുക. അതാണ് അതിൻ്റെ ഒരു വിജയം. അതിപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. അതെ, മോഹൻലാലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ ഇതാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകളിൽ ആ ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മലയാളത്തിലെ തന്നെ ഇപ്പം നിലവിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റ് അടിച്ച അല്ലെങ്കിൽ ഏറ്റവും ഗ്രോസ് കളക്ഷനുള്ള സിനിമകളുടെ 25 സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 7 എണ്ണവും മോഹൻലാൽ തന്നെയാണ്. എമ്പുരാനാണ്. മഞ്ഞുമൽ ബോയ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം എമ്പുരാൻ കയറി. അത് കഴിഞ്ഞാൽ പുലിമുരുകൻ തന്നെയാണ് 6ാം സ്ഥാനത്തുള്ള പുലിമുരുകനാണ്. 10 സിനിമകളിൽ 2 സിനിമ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ. പിന്നെ നേരുണ്ട് 25-ൽ 7 മോഹൻലാലിൻ്റെ നേരുണ്ട്. പിന്നെ ഏതായിരുന്നു? കായംകുളം കൊച്ചുണ്ണിയുണ്ട്, ദൃശ്യമുണ്ട്. ഇപ്പൊ തുടരും. പക്ഷേ ഇനി എന്തായാലും മുൻപിലേക്ക് കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അതൊരു കുടുംബ പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുത്തു. നമ്മൾ പറയുന്ന ഈ ജനറേഷൻ ഏറ്റെടുക്കുന്ന ഡാർക്ക് കോമഡി, ഫൈറ്റ് സീൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുടുംബ പ്രേക്ഷകരും ഇപ്പോഴത്തെ ആൾക്കാരും ഏറ്റെടുക്കുന്ന സിനിമ വെക്കേഷൻ ടൈമും കൂടെയാണല്ലോ. നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കും? വളരെ ലൈറ്റായിട്ടാണ്
തുടരും സിനിമയുടെ പോകുന്നത്. അത്ര വലിയ പ്രൊമോഷനൊന്നും ഇല്ലാണ്ട് വന്നു. അതെ, തരുൺ മൂർത്തി കൊടുത്ത കുറച്ച് ഇന്റർവ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മോഹൻലാലിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ദൃശ്യം പോലെ ഒരു സിനിമയാണ് എന്ന് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ പിടിച്ചിട്ടാണ് കുറച്ചെങ്കിലും ഒരു ഹൈപ്പ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. ബാക്കി മുഴുവൻ തരുൺ മൂർത്തി എന്ന സംവിധായകൻ മോഹൻലാലിനെ എന്താണ് എങ്ങനെ യൂസ് ചെയ്യുന്നത് തിരുത്തിയല്ലോ, ദൃശ്യമല്ല. അതെ, അത് പറയുന്നുണ്ട്. എന്നാൽ പോലും മോഹൻലാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് ആളുകളുടെ ഉള്ളിൽ എവിടെയോ എന്തോ കിട്ടാനുണ്ട് എന്നൊരു തോന്നല്. പിന്നെ അതുപോലെ ഈ മോഹൻലാൽ അതുപോലെ ശോഭന കോംബോ ഇതൊക്കെ വർക്കാകും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ പണ്ടത്തെ വൈശാഖ സന്ധ്യയുടെ അത് അനുസ്മരിപ്പിക്കുന്ന ആ ഒരു പോസ്റ്റർ വന്നതും എല്ലാം അങ്ങനെയുള്ള ഹൈപ്പ് മാത്രമേ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധാരണ രീതിയിൽ കാണുന്ന പ്രൊമോഷൻ പരിപാടികളൊന്നും ഇതിന് വന്നിട്ട് പോലും. എനിക്ക് കൗതുകം തോന്നിയ തരുൺ മൂർത്തിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എമ്പുരാന്റെ സിനിമയുടെ ബ്രേക്കിനിടയിൽ വന്നിട്ടാണ് അത്രേ ഇത് ചെയ്തത്, തുടരും ചെയ്തത്. അപ്പം നമ്മൾ ആ ഒരു കോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ കണ്ണടയൊക്കെ വെച്ച് മാസമായി നടന്നു കഴിഞ്ഞാൽ ഖുറേഷിയായി, ഈ മുണ്ടെടുത്ത് ഒരു റബ്ബർ ചെരുപ്പൊക്കെ നടന്ന് ഒന്ന് ടോണ് മാറ്റി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുടരും സിനിമയിലേക്ക് ഷൺമുഖനായി എന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്കും അത് കാണാം. അത്രയും വലിയ ഹൈപ്പിൽ നിന്നിട്ടുള്ള മോഹൻലാലിന്റെ അടുത്ത സിനിമ വരുന്നത്. അതുപോലെ ഈ തരുൺ മൂർത്തിക്ക് ട്രെയിലർ ഇറങ്ങിയ എമ്പുരാന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടെൻഷനും ഭയങ്കര വൈറലായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് 1 മണിക്കങ്ങാണ്ട് അല്ലേ നമ്മുടെ എമ്പുരാന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അയ്യോ, മോഹൻലാലിനെ ഇത്രയും മാസമായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കൈലി മുണ്ടും ഉടുത്തിട്ട് ആ വെപ്രാളത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു ഭയങ്കര ടെൻസ്ഡായി. പൃഥ്വിരാജിന് മെസ്സേജ് അയച്ചു. പൃഥ്വിരാജ് പറഞ്ഞ, അതായത് നിങ്ങൾ ഇത്രയും ഞാനിനി എന്ത് ചെയ്യും എന്നങ്ങാണ്ട് ചോദിച്ചു. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ റിപ്ലൈ, അല്ല, ഞാൻ മോഹൻലാലിനെ തരുൺ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ്. അപ്പോൾ പൃഥ്വിരാജ് മാത്രമല്ല, സാധാരണക്കാരായ നമ്മളും ആഗ്രഹിക്കുന്നത് മോഹൻലാലിൻ്റെ അടുത്ത വേർഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ വരും എന്നുള്ളതാണ്. ഈ പരാജയത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവർ ഒരു സിനിമ വിജയിച്ചാൽ കൊണ്ടാടും എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാലിന്റെ ഇനി വരുന്ന സിനിമകളും ഇതുപോലെ ഇനി മൾട്ടി സ്റ്റാർ സിനിമകളൊക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമകളിലൊക്കെ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. മമ്മൂട്ടി മോഹൻലാൽ പടം, അതാണ് ഏറ്റവും പ്രതീക്ഷകൾ. അതെ, സമീപകാലത്ത് നമ്മൾ അങ്ങനെ വലിയ താരങ്ങൾ ഒരുമിച്ചുള്ള സിനിമകൾ, പക്ഷെ താരങ്ങൾ ഒരുമിച്ചുള്ള മൾട്ടി സ്റ്റാർ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, സമീപകാലത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യൂത്തന്മാര് കുറച്ച് ആൾക്കാർ ഒന്നിച്ചുള്ള ഒരു കുറെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ വലിയ സ്റ്റാർ ചെറിയ സ്റ്റാർ ഒന്നുമില്ലല്ലോ, എല്ലാവരും സ്റ്റാർ അല്ലേ. മോഹൻലാൽ മമ്മൂട്ടി കോംബോ ഒരു കാലത്തിന് ശേഷം ഒന്നിക്കുന്ന സിനിമ. എന്തായാലും സിനിമയ്ക്ക് ഒരു സീസൺ ഇല്ല എന്നുള്ളതാണ്. അതായത് സിനിമയ്ക്ക് ഒരു ഇന്ന കഥ കൊടുത്താലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടൂ, അല്ലെങ്കിൽ ഈ സമയത്ത് ഫാന്റസി വർക്കാകൂ, ഈ സമയത്ത് കോമഡി വർക്കാകൂ, അങ്ങനെയില്ല. പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാമ്പുള്ള കഥയുള്ള, അത് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അതിനനുസരിച്ചുള്ള നടന്മാരും ഒക്കെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും, അതിലെ താരങ്ങളുടെ ഒരു പെരുമ നോക്കിയിട്ട് സിനിമ കാണുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അതെ, അത്തരത്തിലുള്ള സിനിമകൾ ഇനി മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാകട്ടെ എന്നൊരു സിനിമാ പ്രേമി എന്ന രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാം.